ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക, ഓപ്പർച്യൂണിറ്റീസിന് കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഹൗ ടു മേക്ക് യുവർ സെൽഫ് കോമ്പറ്റിറ്റീവ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോൺ വോണ്ട് ഹെൽപ്പ് യു. അതിനപ്പുറത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പാഷന് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ആളുകൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇഷ്ടപ്പെട്ടു കൂടെ പഠിച്ചാലേ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ കാലം നമ്മളോട് പറയുന്നത്. അപ്പം പഠിക്കണം. രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടിയെ മെഡിസിൻ അയക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതോ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതിനോ പകരം ആ കുട്ടിയുടെ കഴിവ് എന്തിനാണ്, ആ കുട്ടിയുടെ പാഷൻ എന്തിനാണ് എന്നും കൂടെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ളൊരു ചിത്രകാരിയോ ചിത്രകാരനോ ആവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലെ സ്കിൽ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഫൈൻ, നിങ്ങളുടെ ഒരു സ്കില്ലിനെയും ഇന്ന് ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയില്ല. നിങ്ങൾ നന്നായി പാടുമെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി വരക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി ഓടുമെങ്കിൽ, നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി സംവിധാനം ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി തിരക്കഥ എഴുതുമെങ്കിൽ, നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി ചെടി വളർത്തുമെങ്കിൽ, നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി പെയിന്റ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ എന്ത് നന്നായി ചെയ്യാൻ തീരുമാനിച്ചാലും അത് ലോകത്ത് എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസമുള്ള 2 GB ഡാറ്റയും 6 ഇഞ്ച് സ്ക്രീനും മതി എന്ന് പറയുമ്പോൾ ബിലീവ് ഇൻ യുവർ സെൽഫ്. MP പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്നലെ കണ്ട ജസ്പ്രീത് ബുംറയുടെ ഒരു ബോൾ, ആ ബോള് അദ്ദേഹം 18ാമത്തെ ഓവർ എറിയാനറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാൻ്റെ സ്റ്റെമ്പും തകർത്ത് കറന്നു പോകുന്നതിനേക്കാൾ, അത് കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളുള്ള ഒരു ലഹരിയും ഒരു MDMAക്കും തരാനില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിനുണ്ടായേ പറ്റൂ. ലയണൽ മെസ്സിയുടെ മനോഹരമായൊരു ഗോളിന് വേറെ ഏത് ലഹരിയേക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഷ്യൂ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആവേശത്തെക്കാൾ ഏത് മദ്യത്തിനാണ്, ഏത് മയക്കുമരുന്നിനാണ് നമുക്ക് ആവേശം നൽകാൻ കഴിയുന്നത്? സോ ലെറ്റ്സ് നോട്ട് ഗോ ബിഹൈൻഡ് ദാറ്റ്. അത് നിങ്ങളും കൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ സീരിയസ് ആയിട്ട് അലേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മീൻസ് നമുക്കിടയിൽ ആരൊക്കെയോ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു റീക്ലെയിം ദം. അവരെ തിരിച്ചു പിടിക്കേണ്ട സമയമാണ്. അവരെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് അവൻ അങ്ങനെ ആക്കോട്ടെ അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തള്ളിവിടുകയല്ല. ടോക്ക് ടു ദം. ഇനി നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത തരത്തിൽ ടോക്ക് ടു ടീച്ചേഴ്സ്. എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് ഒരു ടീച്ചറോട് ആരും അറിയാതെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി പറഞ്ഞു കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവളാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും